السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരു മനുഷ്യന്റെ നാശത്തിന് വേണ്ടി അവന്റെ കുടുംബത്തിൽ നിന്നോ അവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നോ അവന് ഏൽക്കാവുന്ന ഒരു ആഭിചാര കർമ്മമാണ് സിഹർ എന്നത്. സിഹർ എന്നത് തീർത്തും അനിസ്ലാമികപരമായ ഒരു കാര്യമാണ്. 90% ആളുകൾക്കും സിഹറുകൾ ഏറ്റത് അവരുടെ കുടുംബത്തിൽ നിന്നും അവരുമായി ഏറ്റവും അടുത്ത് ഇടപഴകി നിൽക്കുന്ന ആളുകളിൽ നിന്നുമാണ്. ഇങ്ങനെ സിഹറുകൾ ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട്, ഒരു മനുഷ്യന്റെ ഉയർച്ചയിൽ അസൂയ വെച്ച് പുലർത്തിക്കൊണ്ട് അവന്റെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന, അവന്റെ താഴ്ച ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന സിഹറുകളുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശത്രുത കാരണമായി സിഹറുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ സ്വത്തിന്റെ അതല്ലെങ്കിൽ സമ്പത്തിന്റെ പേരിലുള്ള തർക്കങ്ങളിൽ നിന്ന് വൈരാഗ്യം കൊണ്ട് ചെയ്യുന്ന സിഹറുകളുമുണ്ട്. പലപ്പോഴും ഓരോ വ്യക്തികൾക്ക് ഏൽക്കുന്ന സിഹറുകളും അതുപോലെ തന്നെ ഓരോ കുടുംബത്തിന് ഏൽക്കുന്ന സിഹറുകളും രണ്ടും വ്യത്യസ്തമാണ്. ഒരു വ്യക്തിക്ക് ഏൽക്കുന്ന സിഹറ് ആ വ്യക്തിയുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും കുടുംബ സ്വത്തുക്കളുടെ പേരിലോ കുടുംബ തർക്കങ്ങളിലെ പേരിലോ ചെയ്യുന്ന സിഹറുകള് പലപ്പോഴും ആ കുടുംബത്തിന് ഏറ്റതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കുടുംബത്തിന് ഏറ്റ സിഹറുകൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും കാലശേഷം അവരുടെ മക്കളിലേക്കും അതിന്റെ ഓരോ ഭവിഷ്യത്തുകൾ അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ സിഹർ ബാധിച്ചവർക്ക് ഈ സിഹർ ബാത്തിലാക്കാനുള്ള ഖുർആനികപരമായ ഒരു പ്രതിവിധിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത അഷ്റഫുൽ ഖൽഖായ ഒരു വ്യക്തി ആയിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സിഹർ ബാധിച്ചതും ഈ സിഹറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉറ്റവരും ഉടയവരും സഹാബാക്കളും പ്രയാസപ്പെട്ടതും ഉമ്മത്തീങ്ങളായ നമുക്ക് ഒരു പാഠം, നമുക്ക് ഒരു അനുഭവം, നമ്മിലേക്ക് ഒരു പ്രതിവിധി ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന വിപത്തുകൾ, ഇങ്ങനെ സിഹർ മുഖേന വരുന്ന പ്രയാസങ്ങൾ, ഒരു വ്യക്തിക്ക് സിഹറേറ്റ് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ തകർച്ചയിലും തളർച്ചയിലും അവന് എന്ത് പ്രതിവിധി നൽകണം എന്നത് പഠിപ്പിക്കാൻ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നൽകിയത്. ഒരു തവണ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഹറുകൾ അങ്ങനെ കെട്ടുകൾ അഴിയാൻ തുടങ്ങി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപൂർണമായ ശിഫ ലഭിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠം, മാരകമായ സിഹറുകൾ നമുക്ക് ബാധിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്തവരായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന്റെ നിഷ്പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ നൽകി. അള്ളാഹുവിൽ നിന്ന് അങ്ങേ അറ്റം അകലം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് സിഹർ ബാധിച്ചാൽ ഈ 2 സൂറത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിഹറുകൾ ബാത്തിലാക്കി തരും. ഇൻഷാ അള്ളാഹ് സിഹർ പോലത്തെ മാരകമായ വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈമാനോട് കൂടിയുള്ള, ഈമാനിനെ നഷ്ടപ്പെടുത്താത്ത ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.